ഹായ് ഹലോ, കണ്ടില്ലേ ഡയപ്പറൊക്കെ ആരോ ഉപയോഗിച്ച ശേഷം കൊണ്ട് കളഞ്ഞിരിക്കുന്നത്. മഴയൊക്കെ പെയ്ത കാരണം ഒന്നുകൂടി നന്നായി ചീർത്തിട്ടുണ്ടേ. കണ്ടില്ലേ, നടക്കുന്ന വഴിയിലാണ് ഇതൊക്കെ കൊണ്ട് കളഞ്ഞിരിക്കുന്നത്. ഈ ഡയപ്പറൊക്കെ തന്നെ നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ ഡിസ്പോസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കുഞ്ഞു മക്കൾ ഉപയോഗിക്കുന്ന ഡയപ്പറില്ലേ, ആ ഡയപ്പറൊക്കെ എങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും നന്നായിട്ട് ഡിസ്പോസ് ചെയ്യാം എന്നൊരു വീഡിയോയുമായിട്ടാണ്. നമ്മളിത് ഡിസ്പോസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഗ്ലൗസും മാസ്കും അത്യാവശ്യമാണ്. അപ്പോൾ ഡയപ്പറിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഒരു ഒട്ടിപ്പ് പോലൊരു ഭാഗം കാണുമേ, ആ ഭാഗത്ത് നിന്നും പെതുക്കെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ ഇളകി ഇങ്ങിപ്പോരും. ബാക്കിയുള്ളത് നമുക്കൊരു പാട് പോലെയാണ് കിട്ടുന്നത്. അങ്ങനെ ഓരോ ഡയപ്പറും നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഡയപ്പറിൻ്റെ ഒരു ഭാഗം നമ്മൾ വലിച്ചൂരിയെടുത്തില്ലേ, ആ ഭാഗം നമുക്ക് എല്ലാം കൂടി ഒന്നുകിൽ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അത് ചപ്പുചവറുകൾ കത്തിക്കുന്ന കൂട്ടത്തിൽ കത്തിച്ച് കളയാവുന്നതാണ്. അപ്പോൾ ഓരോ ഡയപ്പറുകളും നമ്മൾ ശരിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു പഴയ ബക്കറ്റിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ പാടുകളെല്ലാം നമ്മൾ ആ വെള്ളത്തിലേക്ക് നല്ലതായിട്ട് താഴ്ത്തി വെക്കണമേ. 5-10 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ പാടിലുള്ള ജെല്ലുകളില്ലേ, ആ ജെല്ലുകളെല്ലാം ഈ വെള്ളത്തിനെ പൂർണ്ണമായിട്ടും വലിച്ചെടുത്തിട്ട് നന്നായിട്ട് വീർത്ത് വരും. കണ്ടില്ലേ, ദാ ഇങ്ങനെ വീർത്ത് വരും. എല്ലാ പാടുകളും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 20 ഡയപ്പർ കാണുമായിരിക്കും. എന്തെന്ന് വെച്ചാൽ 10 ദിവസത്തേതാണ് ഇത്. ഒരു ദിവസം ഞാൻ 2 എണ്ണം വെച്ചാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് രാവിലെ ഉറങ്ങുമ്പോഴും ഒന്ന് രാത്രി ഉറങ്ങുമ്പോഴും മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിൽ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഡയപ്പറുകളെല്ലാം ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ ജെല്ലെല്ലാം നമ്മൾ ഈ ബക്കറ്റിലേക്ക് പൊട്ടിച്ചിടുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ 1 കിലോ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ കല്ലുപ്പും ഞാൻ ഈ ജെല്ലിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് ചെയ്തിരുന്നത്. ഉപ്പ് മാത്രം ഇട്ട് ചെയ്തപ്പോൾ നമുക്ക് നന്നായിട്ട് ആ ജെല്ല് മുഴുവനും അലിഞ്ഞു പോകുന്നില്ലായിരുന്നു. പിന്നെയും വെള്ളം കളയുമ്പോൾ അവിടെ തന്നെ ആ ജെല്ലുകളെല്ലാം കിടക്കുകയായിരുന്നു ചെയ്തത്. പിറ്റേ ദിവസം നോക്കുമ്പോഴും അതെനിക്ക് പ്രാവർത്തികമായി തോന്നിയില്ല. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ 2 ചിരട്ട കുമ്മായം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുമ്മായം ഏതൊരു വേസ്റ്റിനെയും നന്നായിട്ട് ജീർണിപ്പിക്കാനുള്ള ഒരു കഴിവ് കുമ്മായത്തിനുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ആ കുമ്മായം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു കമ്പ് വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതേ നോക്കിയേ, കുറച്ച് വെള്ളം പോലെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിനെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ജെല്ലി എടുത്തതിന് ശേഷമുള്ള പാക്കറ്റില്ലേ, ആ പാക്കറ്റിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കുമ്മായം കൂടി തട്ടിയിട്ട ശേഷം നന്നായിട്ട് കുമ്മായവും ഉപ്പും എല്ലായിടത്തും യോജിക്കുന്ന രീതിയിൽ അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. 5-10 മിനിറ്റുകൾക്ക് ശേഷം അതിൽ നിന്നും നന്നായിട്ട് വെള്ളം ഊറി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനെ ഓരോന്നായിട്ട് എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിനെ ഉണക്കിയെടുക്കും. ഉണക്കിയെടുത്തിട്ട് നമ്മൾ ചപ്പുചവറ് കത്തിക്കുന്ന കൂട്ടത്തിൽ കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തലേന്ന് അടച്ചു മാറ്റി വെച്ച ബക്കറ്റിലെ ജെല്ലില്ലേ, അതിലെല്ലാം ഇങ്ങനെ തെളിവെള്ളമായിട്ടുണ്ട്. ഈ മുകളിൽ കിടക്കുന്നതെല്ലാം പഞ്ഞിയാണ്. ഇതിൽ ജെല്ല് മാത്രമല്ല പഞ്ഞിയുമുണ്ട്. എന്നിട്ട് ഈ തെളിവെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ ശേഷം അടിയിൽ ഇത് ഇങ്ങനെ പഞ്ഞി വന്ന് കിടക്കും. ഈ പഞ്ഞിയെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് വെള്ളം പോകുന്ന വിധത്തിൽ പിഴിഞ്ഞെടുക്കേണ്ടതാണ്. ഇതിലിപ്പം ജെല്ലി ഒന്നും തന്നെ ഇല്ല, പഞ്ഞി മാത്രമേ ഉള്ളേ. അരിച്ചെടുത്തതിന് ശേഷമുള്ള വെള്ളം നമുക്ക് വല്ല മരത്തിൻ്റെ ചുവട്ടിലേക്കോ എങ്ങാനും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ വെളുത്ത് കിടക്കുന്നത് കുമ്മായമാണ്, ജെല്ലിയൊന്നും അല്ല. ഇത് നമ്മൾ ഡയപ്പറിൽ നിന്ന് വേർതിരിച്ചെടുത്ത പഞ്ഞിയാണ്. ഈ പഞ്ഞി നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയ ശേഷം ചപ്പുചവറുകളുടെ കൂടെ ഇട്ട് കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഇതാ ജെല്ലി ഇരുന്ന പാക്കറ്റാണ്, അത് ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെയും നമ്മൾ ചപ്പുചവറുകളുടെ കൂടെ ഇട്ട് കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഡയപ്പർ ഡിസ്പോസ് ചെയ്യുന്നത്. കഴിവതും നമ്മൾ ഡയപ്പറിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ എൻ്റെ കുഞ്ഞിന് ഞാൻ ഡയപ്പറൊന്നും ഉപയോഗിക്കുന്നില്ല. ആദ്യം കാണിച്ചില്ലേ കുറച്ച് ഡയപ്പർ ഇങ്ങനെ വഴിയിൽ കൊണ്ട് കളഞ്ഞിരിക്കുന്നത്, അത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം ഈ വീഡിയോ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, ഇടാൻ പറ്റിയില്ല പല കാരണങ്ങളാൽ. ഇപ്പോഴാണ് ഇടാൻ പറ്റിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.